ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മീൻ തേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മീൻ തേടി വന്നിരിക്കുന്നത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട ഫസ്റ്റ് വീഡിയോ ചെയ്ത റെയിലും റോഡൊക്കെ ഉപയോഗിച്ച് കാസ്റ്റിംഗ് വീഡിയോ ചെയ്ത ആ ഒരു ലൊക്കേഷൻ, അതായത് കോറിക്കുളത്തിലേക്കാണ്. കോറിക്കുളത്തിൽ ഇന്നൊരു പ്രത്യേക വീഡിയോ ചെയ്യുകയാണ്. അതായത് ചൂണ്ട ഇട്ടിട്ടാണ് ഇന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു പ്രത്യേക ചൂണ്ട എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട്. ആ ചൂണ്ടയ്ക്ക് 1 മുതൽ 6 വരെ ഹുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരേ ടൈമിൽ ഒന്നിലധികം മീനിനെ എങ്ങനെ പിടിക്കാമെന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു മൾട്ടി ഹുക്ക് ചൂണ്ടയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉപയോഗിക്കുന്നത്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ കിട്ടുമെന്നറിയില്ല. വലിയ മീനല്ല, ചെറിയ പരൽ മീനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു ചൂണ്ട റെഡിയാക്കിയത്. അപ്പം എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. കാരണം എപ്പോഴും ഒരു എന്താ പറയുക, ഒരു അതിശയം സംഭവിക്കും. ഒരു മീൻ കിട്ടുമ്പോൾ നിങ്ങൾ മീൻ കിട്ടുന്നതിന് മുന്നേ സ്കിപ്പ് ചെയ്ത് പോയാൽ കാണാൻ പറ്റില്ല. അങ്ങനെ അത്തരത്തിലൊരു സീന് ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കാം, ചിലപ്പം വീഡിയോൻ്റെ പകുതി വെച്ചിട്ടായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മൾട്ടി ഹുക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒന്നിലധികം മീനിനെ ഒരേ ടൈമിൽ എങ്ങനെ പിടിക്കുന്നത്. സാധാരണ ചൂണ്ട ഉപയോഗിച്ചിട്ട് ഓരോ മീനാണ് നമ്മൾ പിടിക്കുന്നത്. പുഴയിലായാലും കായലിലായാലും കുളത്തിലായാലും ഒക്കെ ചൂണ്ടയിട്ട് ഓരോ മീനാണ് പിടിക്കുന്നത്. ഇതങ്ങനെയല്ല, ഇതൊരു പ്രത്യേക തരം ചൂണ്ട ഞാൻ കാണിച്ചുതരാം. ഇത്രയും ഗ്ലൗസ് ഉപയോഗിക്കുന്നതല്ല കേട്ടോ. എന്താ പറയുക, കയ്യിലൊക്കെ അഴുക്കാന്നതും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തീറ്റ ഉണ്ടല്ലോ, തീറ്റ എന്ന് പറഞ്ഞാൽ മണ്ണിരാണ്. അപ്പോൾ അതിനൊക്കെ പിടിക്കണമല്ലോ. അപ്പം ഇതാണ് നമ്മുടെ മൾട്ടി ഹുക്ക് ചൂണ്ട കേട്ടോ. കാണുന്നുണ്ടോ അറിയില്ല. 1 2 3 4 5 6 ഹുക്കുകളുള്ള ഒരു പ്രത്യേക തരം ചൂണ്ടാണ്. എല്ലാവരും ഓരോ ചൂണ്ടയൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഒരു 3 മീറ്ററോളം നീളമുണ്ട്. എല്ലാം 3 മീറ്റർ അല്ല, വ്യത്യസ്ത നീളമുണ്ട്. അതായത് വെള്ളത്തിനടിയിൽ പോയിട്ടും അടിയുള്ള മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ സെൻറ്ററിലുള്ള മീൻ, അങ്ങനെ ഹൈറ്റ് കൂട്ടി കുറച്ചൊക്കെയാണ് ഈ 6 ഹുക്കും റെഡിയാക്കിയത്. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോണ തീറ്റ എന്ന് പറഞ്ഞാൽ മണ്ണിര മണ്ണെന്ന് എടുത്തതാണ്. അപ്പം വയലിലുള്ള ഇരയല്ല, സാധാരണ നമ്മൾ പറമ്പിലൊക്കെ കിട്ടുന്ന മണ്ണിരാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒക്കെ ഹുക്ക് നിറ താഴെ മണ്ണിനകത്താണ്. അപ്പോൾ നമ്മളൊന്ന് റെഡിയാക്കി നോക്കാം. ഓരോന്നെടുത്തിട്ടും മണ്ണിര എങ്ങനെ കൊടുക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ മണ്ണിരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മണ്ണിര വളരെ കുറച്ചാണ്, ഉണ്ടോ. ഇതിനകത്ത് മണ്ണിര അങ്ങനെ കോക്കാന്നുള്ള ഭയങ്കര ടാസ്ക്കുള്ള സംഭവം കേട്ടോ. നിങ്ങളൊക്കെ കിടന്നുറങ്ങുന്നു. ഒന്നിത് ഇതിങ്ങനെ എടുത്തിട്ട് മണ്ണിലെടുത്തിട്ട് കറക്റ്റ് ഹുക്ക് വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ. ഈ മോഡൽ എല്ലാം റെഡിയാക്കണം. 6 എണ്ണം അത് കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഉണ്ടോ, ഇത്തരത്തിൽ 6 ഹുക്ക് നമ്മൾ റെഡിയാക്കണം. ഇങ്ങനെ മണ്ണിര കൊടുത്തിട്ട്. ഇനി 5 എണ്ണം ഉണ്ട്. 1 രണ്ടാമത്താണ്. ഇത് നല്ല വലിപ്പമുള്ളതാണേ മണ്ണിര, കണ്ടോ. നമ്മൾ പരൽമീനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ചെറിയ ഹുക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വളരെ ചെറുതാണ്. സമ്മതിക്കില്ല.
ഇപ്പോൾ രണ്ടാമത്തത് അവിടെ ഇനി മൂന്നാമത്തത്. മൂന്നാമത്തത്. അപ്പോൾ നമ്മൾ അവസാനത്തെ ഇര എടുത്തിട്ടേ, അവസാനത്തെ ആറാമത്തെ ഹുക്കിൽ മണ്ണിര കോർക്കും. അയ്യോ, അപ്പോൾ 6 ഹുക്കിൽ നമ്മൾ ചെയ്തിട്ട് 6 ഹുക്കിൽ 6 ഹുക്ക് കണ്ടോ, 6 ഇനി നമ്മൾ ഇതിനെ ഒരു സെപ്പറേറ്റ് ആക്കി കെട്ടണം. അപ്പോൾ 6 ഈ ഒരു PVC പൈപ്പിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് 6 ഹുക്ക്. അപ്പോൾ എന്നിട്ട് അതിന് നടുക്ക് വേറൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 6 നമ്മൾ ഇര തീറ്റ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി ഇതിനകത്തേക്ക് ഇറക്കിയാൽ മതി കുളത്തിലേക്ക്. നല്ലോണം പോയില്ല, അത് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ആകെ കെട്ടുകൊടുക്കും. കണ്ടോ 6 തീറ്റ കാണുന്നുണ്ടോ? 6 ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഇവിടെ ഇറക്കി കൊടുക്കണേ. ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇതിനി വെള്ളത്തിലേക്ക് താന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വെള്ളത്തിലേക്ക് താന്ന് പോയിട്ടുണ്ട് 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വെച്ച് കൺട്രോൾ ചെയ്യണം. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് പൊക്കി നോക്കാം മീനുണ്ടോ എന്നുള്ളത്. എന്നിട്ട് അങ്ങോട്ട് നോക്കിയാലോ.
കുറച്ച് നോക്കാം. ലക്ഷം ഒന്നെടുത്തിട്ട് ഒരു മീനാണ് കിട്ടിയത്. ഒറ്റ മീനാണ് കുടിയത്, അതും ചത്തുപോയി. കുറേ നേരം 1/2-3/4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചപ്പോൾ ചൂണ്ട കുടിയത് ചത്തുപോയി. ചെറിയ മീനുണ്ടോ, ചെറിയ മീൻ. വേറെ ഒന്നുണ്ട്, അതിന് ജീവനുണ്ട്. ആ ഈ 2 മീനാണ് കിട്ടിയത്, ആകെ കിട്ടിയത്. ഇതിന് കുറച്ച് ജീവനുണ്ട്. മത്തി പോലെ തോന്നുന്നു അല്ലേ. അപ്പോൾ ഈ 2 മട്ടി ചൂണ്ടെന്നൊക്കെ പറയുന്നത്, പക്ഷേ 2 എണ്ണത്തിനാണ് കിട്ടിയത്. അവൻ 2 എണ്ണം മാത്രം കൂടി. 2 മീൻ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ആ മീൻ